ഹലോ, വെളുത്തുള്ളി കോയിൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ തൊലി പൊളിക്കുന്ന ഒരു വീഡിയോ ഈ ഇടയായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അത് ഭയങ്കര റീച്ച് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും അതുപോലൊരു വീഡിയോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വെളുത്തുള്ളി അല്ലി തിരിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് കോയിൻസ് കൂടി ചെറിയൊരു ഗ്ലാസ്സും വലിയൊരു ഗ്ലാസ്സുമാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് കുലുക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരെ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരുന്നു. എൻ്റെ കൈയൊക്കെ നല്ല രീതിക്ക് വേദന എടുത്തിട്ടോ. എന്നിട്ട് ഞാൻ ആ പ്ലേറ്റിനകത്തേക്ക് മാറ്റി. ഇത് മാറ്റാൻ നേരത്തെ ഞാൻ വിചാരിച്ചു ഒരെണ്ണെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടാവുന്ന ഓർത്തിട്ടാണ് ഞാൻ മാറ്റണത്. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇതിനകത്ത് ഒന്നുപോലും ഇതിൻ്റെ തൊലി പോലും പൊളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ മേലിൽ പൊളിച്ച തൊലി മാത്രം അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഒന്നിൻ്റെ തൊലി പൊളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഇത് തന്നെ ചെയ്യാന്ന്. അപ്പം അതേ വെളുത്തുള്ളി തന്നെ എടുത്തു. ആദ്യം നമ്മൾ കോയിൻ ഇട്ടു, അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി പിന്നെ ഇട്ടു. എന്നിട്ട് ചെറിയ ഗ്ലാസ്സും വലിയ ഗ്ലാസ്സും എടുത്തിട്ട് നല്ല രീതിക്ക് അടച്ചു പിടിച്ചിട്ട് നല്ലപോലെ കുലുക്കി. ഇത് ഏകദേശം ഞാനൊരു 20 മിനിറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരുന്നിട്ടോ. എൻ്റെ കൈ നല്ല രീതിക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതും ഞാനൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഇതും ഈ പ്ലേറ്റിനകത്തേക്ക് മാറ്റിയത്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഒന്നുപോലും തൊലി പൊളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കിത് വർക്കായിട്ടില്ല. ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ട് വർക്കായോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്തായാലും വെളുത്തുള്ളി ഇങ്ങനെ കോയിൻ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കുലുക്കി തൊലി പൊളിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കത്തിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ തൊലി പൊളിക്കില്ലേ, അത് തന്നെയാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് മെഷീൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ വെളുത്തുള്ളി തൊലി പൊളിക്കാനായിട്ട്.